സർവാധിപതി അല്ല തന്നെ. അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹില്ല, വേറൊരു നിയന്ത്രിതാവില്ല. എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ആ റബ്ബാണ് സർവ്വതും നിയന്ത്രിക്കുന്നത്, പരിപാലിച്ച് പോറ്റുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കണ്ടില്ലേ മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അമേരിക്കയിലെ ഒരു വീട്ടിന്റെ പുറകിൽ നിന്ന് ഒരു തീ പ്രത്യക്ഷപ്പെടുന്നത്. അതോടൊപ്പം ചെറിയ കാറ്റുകളും വീശിയതോടുകൂടെ ആ നാട് കത്താൻ തുടങ്ങി. 30,000 ഏക്കർ കണക്കിന് സ്ഥലമാണ് കത്തിയത്. ആ കത്തിയതിൽ 15,000-ഓളം ബിൽഡിങ്ങുകൾ കത്തി അമർന്നിട്ടുണ്ട്, ചാരമായിട്ടുണ്ട്. അതിന്റെ അകത്തളങ്ങളിൽ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഇതുവരേക്കും കണക്കെടുപ്പ് നടന്നിട്ടില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന് വേദനയാണ്, ദുഃഖമാണ്, ടെൻഷനാണ്. എത്ര വലിയ അധികാരസ്ഥനായാലും എത്ര വലിയ ഭരണാധികാരിയായാലും സമാധാനമില്ലാത്ത ജീവിതം എന്തിനുകൊള്ളോ? ഏത് വലിയ ഭരണാധികാരിയായാലും അവർക്കെല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്. രാജ്യത്തിന്റെ ഭരണാധികാരം വീണ്ടും ട്രംപിന്റെ കയ്യിലേക്ക് വന്നില്ലേ? ട്രംപ് വീമ്പിളക്കിയില്ലേ? ഫലസ്തീനിലെ ആരെല്ലാം ബന്ദികളായി ഫലസ്തീനില് പിടിക്കപ്പെട്ട് ജയിലുകളിൽ അടക്കപ്പെട്ടിട്ടുണ്ടോ? ഇസ്രായേലികളായ ആളുകളെ, അവരെ ബന്ദികളായ ആളുകളെ മോചിപ്പിക്കണോ? മോചിപ്പിച്ചില്ല എങ്കിൽ, ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ മോചിപ്പിച്ചില്ല എങ്കിൽ അവരെ മുഴുവനും ഞാൻ കത്തിച്ചു കളയുമെന്ന് ട്രംപ് വീമ്പിളങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം അമേരിക്ക കത്തുകയാണ്. അമേരിക്കയിലെ ഒരു വീട്ടിന്റെ പിന്നിൽ നിന്ന് പുറപ്പെട്ട തീ 35,000 ഏക്കർ കണക്കിന് സ്ഥലങ്ങള്, എത്രയോ ഹോളിവുഡ് നടന്മാരുടെ വീടുകളാണ് ലോസ് ഏഞ്ചൽസിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. മാഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരിലും നല്ല മനുഷ്യന്മാരുണ്ടാകും. അല്ലാഹുവേ, അവർക്കും നീ രക്ഷ നൽകണേ അല്ലാ, നീ കാവല് നൽകണേ അല്ലാ, നീ അഭയം നൽകണേ റബ്ബേ. പറഞ്ഞു വരുന്നത് 288 കോടി രൂപക്കാണത്രേ ഏറ്റവും വലിയ ഒരു ബിൽഡിംഗ് അവിടെ വിൽപ്പനക്ക് വേണ്ടി വച്ചിട്ടുള്ളത്. ആ വിൽപ്പനക്ക് വേണ്ടി വച്ച 288 കോടി രൂപക്ക് വിൽപ്പനക്ക് വേണ്ടി വച്ച ബിൽഡിംഗ് ഇന്ന് കത്തി അമർന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. 50 മില്യൺ കണക്കിന് ഡോളറുകളാണ് നഷ്ടമുണ്ടായിരിക്കുന്നത്. ഒരിക്കലും നികത്താൻ കഴിയാത്ത അത്രമാത്രം വലിയ ഒരു ദുരന്തമാണ് കാലിഫോർണിയയിലെ തെക്കൻ ഭാഗങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് തീയണച്ച് വരുമ്പോഴേക്കും മറ്റൊരു ഭാഗത്ത് വീണ്ടും കത്തുകയാണ്. തീ അണച്ചിട്ട് അവര് ആശ്വാസമായി അവര് മറ്റൊരു ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോ മുമ്പ് കത്തിയെടുത്തു നിന്ന് വീണ്ടും കത്താൻ തുടങ്ങുകയാണ്. ആധുനിക ദൃശ്യമാധ്യമങ്ങൾ ഈ വിവരങ്ങൾ നമ്മുടെ മുന്നിൽ ഓരോ നിമിഷവും തന്നുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഖിയാമത്ത് നാളിന്റെ അടയാളമല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തീകളെ ഭൂമി ലോകത്തേക്ക് അയക്കുമെന്നത്, വലിയ കാറ്റുകൾ പുറപ്പെടുമെന്നത്. അള്ളാഹുവിന്റെ തീരുമാനം എപ്പോഴാണ് വരിക? ഇനി എപ്പോഴാണ് നമ്മൾ നന്നാവുക? നമ്മളെന്തേ പാഠം പഠിക്കാത്തത്? നമ്മളെന്തേ പാഠം ഉൾക്കൊള്ളാത്തത്? ഇനി എപ്പോഴാണ് നമ്മൾ ഉത്ബുദ്ധരാവുക? ഇതെല്ലാം അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത് നമുക്കൊരു ദൃഷ്ടാന്തമായിട്ടാണ്, വലിയ ദൃഷ്ടാന്തമായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മളതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറല്ല.
നമ്മളിപ്പോഴും ആധുനിക ഫാഷന്റെ ആധുനികമായ പളപളപ്പിന്റെ പിന്നാലെയാണ്. നഊദു ബില്ലാഹ്.